കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ AP ഉസ്താദ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ലെറ്റർ പാഡ് കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഈ KK ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യേണ്ടതില്ല. ഞാൻ ഞെട്ടിപ്പോയി. ഇദ്ദേഹത്തിൻ്റെ കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ മാന്യമായിട്ട് നടത്തുന്ന സ്ഥാപനമാകുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റിയ കാര്യമല്ല അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്, ചെയ്യാൻ പറ്റാത്ത ചെയ്യാറുമില്ല. അതുകൊണ്ട് ഈ സ്ഥാപന ഉടമകളിലായിട്ടൊരു ബന്ധവും പരിചയമുണ്ട്. ഞാൻ നേരിട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇതെന്താണ് ഇങ്ങനെ, ഞാൻ എന്ത് ചെയ്തു? അപ്പോൾ പറഞ്ഞു, അയ്യോ ടീച്ചർ, ഞാൻ അങ്ങനെ പറയുമോ? ടീച്ചറിനെ കുറിച്ച് അതും ഒരിക്കലും പറയും. ഞാൻ ഇപ്പം നിഷേധക്ക് മുമ്പ് ഇങ്ങനെ അവരൊരു ലെറ്റർ പാഡ് ഉണ്ടാക്കിയിട്ട് ചിലർ എന്നെ കുറിച്ച് ഇങ്ങനെ എഴുതി വിട്ടിരുന്നു. അവരെ നിഷേധം ഇറക്കി. പക്ഷെ അവരുടെ നിഷേധം ഇറങ്ങുമ്പോഴേക്കും ഈ നുണ കുറേ UDFന്റെ വീടുകളിൽ പ്രചരിപ്പിച്ചവരാണ് ഈ ക്രിമിനൽ സംഘം. പക്ഷെ അവിടെയെല്ലാം മറ്റതെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സത്യം ചെരിപ്പിടുമ്പോഴേക്കും നുണ 100 കാലത്ത് സഞ്ചരിക്കുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഇമാതിരി വൃത്തികേട്. പിന്നെ ബാക്കി ഞാൻ പറയുന്നില്ല. തലയെല്ലാം മാറ്റി ഒട്ടിച്ചിട്ടുള്ള ചില ചിത്രങ്ങളൊക്കെ പറയാൻ തന്നെ അറപ്പാകുന്ന കാര്യങ്ങളാണ്. നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ KK ശൈലജക്ക് വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതും UDFന്റെ വീടുകളിലാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കാന്തപുരം ഉസ്താദിന്റെ ലെറ്റർ പാഡില് കത്തുണ്ടാക്കിയിട്ട്, വ്യാജമായ കത്ത് ആരുണ്ടാക്കിയേ? നമ്മളെ ഷാഫി പറമ്പിൽ ഉണ്ടാക്കിയിട്ട് അതിൽ KK ശൈലജക്ക് വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞൊരു വ്യാജമായ കത്ത് AP അബൂബക്കർ മുസ്ലിയാർ, അതായത് കാന്തപുരം ഉസ്താദിന്റെ ലെറ്റർ പാഡിൽ വ്യാജമായി ഉണ്ടാക്കിക്കൊണ്ട് അത് UDFന്റെ വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തു. നുണകൾ പ്രചരിപ്പിച്ച് ടീച്ചറെ തോപ്പിച്ചത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? ടീച്ചർ തോറ്റതല്ല കേട്ടാ, ടീച്ചറെ തോപ്പിച്ചതാ ഷാഫി പറമ്പില്. എൻ്റെ പൊന്ന് ഷാഫി, ടീച്ചർ ഞെട്ടിയിട്ട് ഇപ്പോഴും ആ ഞെട്ടല് മാറിയില്ല ടീച്ചറത്. വല്ലാത്തൊരവസ്ഥ തന്നെ. ഇപ്പം എന്താ ചെയ്യുക? നമുക്ക് ടീച്ചറെ ഒന്ന് കാന്തപുരം ഉസ്താദിൽ നിന്ന് കൊണ്ടുപോയാലോ? ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ ഇപ്പം കുട്ടിയാക്കി ഇതേപോലെ എന്തെങ്കിലും പേടി കുടുങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞെട്ടലുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഞാനൊക്കെ എന്താ ചെയ്യുന്നത്? ഞങ്ങളെ പണ്ട് മുതലേ, ഇപ്പം ഞങ്ങൾ ചെറുതാവുമ്പോഴും ഇപ്പം എൻ്റെ മക്കൾ ചെറുതായപ്പോഴും ഒക്കെ പണ്ട് മുതലേ നമ്മളെ വീട്ടിലെന്താ ചെയ്യുന്നത്? ഇങ്ങനെ എന്തെങ്കിലും ഒരു പേടി നമ്മളെ കുട്ടികൾക്ക് കുടുങ്ങി കഴിഞ്ഞാൽ നേരെ പള്ളിയിൽ ഉസ്താദിനത്ത് കൊണ്ടുപോയിട്ട് എന്താക്കും? ഒന്ന് മന്ത്രിച്ച് ഒന്ന് ഉറുക്ക് കിട്ടും. നമുക്ക് ടീച്ചറായതല്ലേ, അപ്പോൾ അതുകൊണ്ട് എന്താക്കാം, നമുക്ക് ചെറിയ ഉസ്താദ്മാരൊന്നും പറ്റൂല. നമുക്ക് കാന്തപുരം ഉസ്താദിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകാം. അവിടെ കൊണ്ടുപോയിട്ട് എന്താക്കാം, കാന്തപുരം ഉസ്താദിനെ കൊണ്ട് ഒരു മന്ത്രിക്കലെല്ലാം നടത്തിയിട്ട് ഒരു ചരട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ടീച്ചറായി പറയുന്ന ഞെട്ടല് അത് മാറിക്കിട്ടും. വല്ലാത്തൊരു ഇങ്ങനെയുണ്ട് ആൾക്കാരല്ലേ? എൻ്റെ പൊന്നു ടീച്ചറെ, ടീച്ചർ പറഞ്ഞു കേട്ടപ്പോഴേ ഞാനും ഞെട്ടിപ്പോയി ആകെ. ഞാൻ ആകെ ഞെട്ടിപ്പോയിന്നേ ടീച്ചർ ഈ പറഞ്ഞു കേട്ടപ്പോ. എന്താ ഇതൊക്കെ? കാലം പോയൊരു പോക്കേ. ഞാൻ എന്നിട്ടിപ്പോൾ ഇന്നലെ മരുവ് കഴിഞ്ഞിട്ട് പുസ്തകത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് മന്ത്രിച്ച് തലേക്കൂടെ ഒന്ന് ഊതിയതാണ് എൻ്റെ ഞെട്ടൽ മാറാൻ വേണ്ടിയിട്ട്. വല്ലാത്ത കഷ്ടമുണ്ട്. എന്താണെങ്കിലും ടീച്ചർ തെളിവ് സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. ഷാഫിയെ അയോഗ്യനാക്കണം. ആകെ 2 ആവശ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. ഷാഫിയെ അയോഗ്യനാക്കണം, തോറ്റ എന്നെ വിജയിയായിട്ട് പ്രഖ്യാപിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തിയിട്ട് വിജയമായിട്ട് പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ചെറിയൊരു സമാധാനം ടീച്ചർക്കുണ്ട്. ആ ഞെട്ടലേ, ആ പേടി, ഭയന്നിട്ട് നമ്മളങ്ങ് ഞെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ എന്താ പറയേണ്ടത്? പറയില്ലേ, അതന്നെ സംഭവം. യെസ്, അതന്നെ നിങ്ങൾ പറഞ്ഞ ആ സംഭവം തന്നെ. അത് അങ്ങോട്ട് ശരിയാവും. പിന്നെ ഒരു സമാധാനം കിട്ടണമെങ്കിൽ എന്തെങ്കിലും നമ്മൾ എന്താണോ കണ്ട് ഭയന്നത്, അല്ലെങ്കിൽ എന്ത് ശബ്ദം കേട്ടിട്ടാണോ നമ്മൾ ഭയന്നിട്ടുള്ളത്, അതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ പിന്നെ അതിനെ കവച്ചു വെക്കുന്ന എന്തെങ്കിലും ഒന്ന് സംഭവം ഉണ്ടാവണമല്ലേ. ഇപ്പം എന്തായാലും ആകെ ഒരു ആശ്വാസമുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ടീച്ചർക്ക് നൽകിയ ഒരു ഉറപ്പാണ്. ഷാഫിയെ അയോഗ്യനാക്കും, അതിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്നിട്ട് തോറ്റ ടീച്ചറെ വടകരയിൽ വിജയിയായിട്ട് പ്രഖ്യാപിക്കും. എന്താണെങ്കിലും ടീച്ചർ വിജയമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പം മട്ടന്നൂരിലെ MLA സ്ഥാനം രാജിവെക്കാൻ ഉള്ള തയ്യാറെടുപ്പുകൾ ടീച്ചർ നടത്തി കഴിഞ്ഞു. ഇപ്പോൾ കത്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. രാജിക്കത്ത്, MLA സ്ഥാനം രാജിവെക്കാനുള്ള രാജിക്കത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം നാളെയോ മറ്റന്നാളോ ആയിട്ട്, നാളെയല്ല, ഇപ്പം തിങ്കളാഴ്ച, നാളെ ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയായിട്ട് ടീച്ചർ തിരുവനന്തപുരത്ത് എത്തി ഷംസീറിനെ കണ്ട്, സ്പീക്കറെ നേരിട്ട് ചെന്ന് കണ്ടിട്ട് എന്താക്കും? ഈ രാജിക്കത്ത് കൈമാറും. അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും
എൻ്റെ പൊന്നു ഷാഫി, എന്താണ് ഇതൊക്കെ? ശ്ശേ. എന്തായാലും ടീച്ചറ് ഇപ്പോൾ ഈ രാജിക്കത്ത് കൈമാറിയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് നേരെ എന്താക്കാം, വരുന്ന വരുത്തേ തിരിച്ചു വരുമല്ല, തിരിച്ചു വരുന്ന വരുത്ത് നമുക്ക് എന്താക്കാം, കാരന്തൂരിൽ മർക്കസിലൊന്ന് കയറ്റിയിട്ട് ടീച്ചർക്ക് അവിടെ നമ്മളെ കാന്തൂർ ഉസ്താദ് ഉണ്ടാവും. അപ്പോൾ ഉസ്താദിനെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് ഒന്ന് മന്ത്രിച്ച് ഊതിയിട്ട് ഒരു വെള്ളം കൂടി മന്ത്രിച്ച് ഊതിച്ച് അതും കുറച്ച് കുടിക്കാൻ കൊടുക്കാം. എന്നിട്ട് ആ ഞെട്ടലൊക്കെ ഒന്ന് ഫുള്ളായിട്ട് മാറട്ടെ, എന്നിട്ട് മതി നമുക്ക് ഡൽഹിയിലേക്ക് പറഞ്ഞയക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഡൽഹിയിൽ പോയിട്ട് അവിടെ നിന്നും ഈ പേടിയെല്ലാം വല്ലാത്ത ബുദ്ധിമുട്ടാവും. കാരണം അവിടെ നമുക്ക് കാന്തൂർ ഉസ്താദ് ഇപ്പോൾ എവിടെ യാത്ര ഒന്നും ചെയ്യുന്നില്ല കൂടുതലായിട്ട്. അദ്ദേഹത്തിന് ഈ വാർദ്ധക്യപരമായ ചില എന്താ പറയേണ്ടത്, നടക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അദ്ദേഹം എന്താകുന്നില്ല, അദ്ദേഹം ഇപ്പോൾ യാത്രകളൊക്കെ കുറച്ച് കുറവാണ്. പഴയ പോലെ എല്ലായിടത്തും ഓടിപ്പാഞ്ഞ് നടന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു ശൈലി ഇപ്പോൾ കുറച്ച്, ഒന്നാമത് ഈ പറയുന്ന നടക്കാനുള്ള പ്രയാസം കാരണം അദ്ദേഹം ഈ പറയുന്ന പരിപാടികളൊക്കെ കുറച്ച് കുറവാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ടീച്ചർ ഡൽഹിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റൂല, ഈ പറയുന്ന ഭയം, ആ ഒരു ഞെട്ടൽ മാറാനുള്ള ചികിത്സ നമുക്ക് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ടീച്ചർ ഇപ്പം ഈ മട്ടന്നൂർ MLA സ്ഥാനം രാജിവെച്ച് രാജിക്കത്ത് സ്പീക്കർ AN ഷംസീറിന് കൈമാറി തിരിച്ചു വരുന്ന ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് കാരന്തൂർ മർക്കസിൽ കയറ്റിയിട്ട് ഈ പിന്നെ ഒന്ന് മന്ത്രിച്ച് ഭയം ഒന്ന് മാറാനുള്ള മന്ത്രിക്കലെല്ലാം മന്ത്രിച്ച് ഒന്ന് വെള്ളം മന്ത്രിച്ച് കൊടുത്ത് അത് കുടിപ്പിച്ചിട്ട് വേണം നമുക്ക് ഡൽഹിയിലേക്ക് പറഞ്ഞുവിടാം. കാരണം പെട്ടെന്ന് ഡൽഹിയിലെത്തിയിട്ട് ഇനി എങ്ങാനും തീരെ ഈ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഭയം നമ്മുടെ ഉള്ളിൽ കൂടിക്കഴിഞ്ഞാൽ, പേടി എന്ന് പറയുന്ന സാധനം നമ്മളെ ഉള്ളിൽ കൂടിക്കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാന്തോരസ്ഥാനം എന്തായാലും ഇപ്പോൾ ചാടി പിടിച്ച് ഓടിപ്പാഞ്ഞ് എവിടേക്ക് പോകാൻ പറ്റൂല, ഡൽഹിക്ക് പോകാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് വേണം നമുക്കൊരു പറഞ്ഞു വിടാൻ, ഒരു യാത്രയപ്പ് നൽകാൻ ഡൽഹിക്ക്. അങ്ങനെ മതിയല്ലേ? അങ്ങനെ മതി, അങ്ങനെ ആവട്ടെ. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് എന്താ നമ്മളെല്ലാ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം ഡൽഹിയിലേക്ക് പറഞ്ഞു വിടാൻ. ഇല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്നിട്ട് വല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലേ അത് വലിയ വിഷയമാകും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടാവാതെ നോക്കേണ്ടത് നമ്മൾ സഖാക്കളുടെ ബാധ്യതയാണ്. എന്താണെങ്കിലും ഇപ്പോൾ ഒരു സമാധാനമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഷാഫി പറമ്പിലിനെ അയോഗ്യനാക്കും എന്നുള്ളത് ഒരു വലിയ സമാധാനമാണ്, സന്തോഷമാണ്. കാരണം ഇത്തരത്തിൽ എന്തല്ലേ ഇത് കളവ് പ്രചരിപ്പിക്കുക എന്ന് മാത്രമല്ല, ഇതൊരു അക്രമമല്ലേ. ഇങ്ങനെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടൽ നടത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ടീച്ചറെ ആണെങ്കിൽ അതിപ്പോ എറണാകുളത്ത് പറവൂരിൽ വന്നിട്ടും ഇപ്പൊ ടീച്ചർ ഇപ്പൊ എവിടെ പോയാലും ആരെന്ത് ചോദിച്ചാലും ഇത് മാത്രമേ പറയുന്നുള്ളൂ. എല്ലാം വടകരയിലെ കാര്യങ്ങൾ മാത്രമാണ്. ഇത് മാത്രമല്ല കേട്ടാ, പറയാൻ പറ്റാത്ത, കേട്ടാൽ അറക്കുന്ന, പറയാൻ പറ്റാത്ത സൈസ് കാര്യങ്ങളൊക്കെ ഷാഫി വടകരയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ല അതൊന്നും? നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നേ. നിങ്ങൾ വെറുതെ കാണാത്ത ആളുകളെ പോലെ വെറുതെ അഭിനയിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മനസ്സിലായില്ലേ? ഏത്? അതന്നെ തല മാറ്റി ഒട്ടിച്ച്, അതന്നെ യെസ്. കൂടുതൽ പറയണ്ട. അത് തന്നെ സംഭവം. നമ്മൾ തല വെട്ടി ഒട്ടിച്ച പരിപാടി ഉണ്ടല്ലേ, അതൊക്കെ എന്തല്ലേ. ഷാഫിയുടെ ഒരു കാര്യം എന്താണ് ചെങ്ങായി അവിടെ കാട്ടിക്കൂട്ടിയത്? 1,24,000 വോട്ടിന് ജയിക്കാനും മാത്രം എന്തൊക്കെ പരിപാടി അപ്പൊ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാവും അല്ലേ. കാന്തപുര ഉസ്താദിന്റെ ലെറ്റർ പാഡിൽ വ്യാജ കത്ത്, തലമാട്ടി ഒട്ടിക്കല്, അങ്ങനെ എന്തൊക്കെ പരിപാടി. പിന്നെ നമ്മളെ കാഫിർ ഓർക്കില്ല നിങ്ങള്, നമ്മളെ കാഫിർ അത് അങ്ങനെ എന്തൊക്കെയാണല്ലേ. വെറുതെ അല്ല കേട്ടാ 1,24,000 വോട്ടിനൊക്കെ ജയിച്ചത്. എന്താണ് ഇതൊക്കെ ചെയ്താൽ പിന്നെ 1,24,000 അല്ല 12,24,000 വോട്ടിന് ജയിക്കൂലേ? ഒരു എന്താ പറയണ്ടേ, തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ജയവും തോൽവിയൊക്കെ സാധാരണയല്ല ഷാഫി. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അതൊക്കെ വളരെ മോശപ്പെട്ട പരിപാടിയല്ലേ. എന്താണ് നമ്മളൊന്നില്ലെങ്കിൽ ഈ കേരളത്തിന്റെ എന്താ പറയേണ്ടത്, പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനല്ലേ. അതും നമ്മളെ ആരോഗ്യമന്ത്രി ആയിരുന്ന ടീച്ചർ, ഇനി അടുത്ത മുഖ്യമന്ത്രി ആവാനുള്ള ടീച്ചർ, ആ ടീച്ചർക്കെതിരെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വല്ലാത്ത കഷ്ടമുണ്ട് ഷാഫി, വല്ലാത്ത കഷ്ടമുണ്ട്. അതുകൊണ്ട് നിങ്ങളെ വിജയം ഞങ്ങൾ അംഗീകരിക്കൂല. ഞങ്ങൾ ടീച്ചർ തോറ്റിട്ടില്ല. ടീച്ചർ ജയിച്ച് വടകരയിൽ ആരാ ജയിച്ചത്? ടീച്ചറാണ് ജയിച്ചത്, ഷാഫി അല്ല.
ആ കാര്യത്തിൽ ഒരു തർക്കമില്ല, ഷാഫിയല്ല. ഇനി ഔദ്യോഗികമായിട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ഷാഫിനെ അയോഗ്യനാക്കും. എന്നിട്ട് 2ാം സ്ഥാനത്തുള്ള ടീച്ചർ, അതായത് ഇപ്പൊ വോട്ടിന്റെ എണ്ണത്തിന്റെ കാര്യത്തിലാണ് 2ാം സ്ഥാനത്ത്, ടീച്ചർ അവിടെ വിജയിച്ചതിന്. ഇത് മാത്രമല്ല കേട്ടാ, ഷാഫി പാലക്കാട് നിന്ന് ആളെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടാണ് അവിടെ വോട്ട് ചെയ്യിപ്പിച്ചത്. ഏത് നമ്മള് രാഹുൽ ഗാന്ധി പറഞ്ഞ പരിപാടിയില്ലേ, ഇപ്പൊ നമ്മൾ തൃശ്ശൂരൊക്കെ സുരേഷ് ഗോപി ചെയ്തില്ലെന്ന്. ഏത് സുരേഷ് ഗോപിന്റെ തിരുവനന്തപുരത്തുള്ള വീട്ടിലുള്ള ആളുകൾക്ക്, അതുപോലെ സുരേഷ് ഗോപിന്റെ സഹോദരന്മാർ, കൊല്ലത്തുള്ള സഹോദരന്മാർക്ക്, അതുപോലെ BJPയുടെ എന്താ പറയണ്ടേ ജില്ലാ കമ്മിറ്റി അംഗങ്ങള്, അതുപോലെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങള് ഒക്കെ, അതും പാലക്കാട്, മലപ്പുറം, വയനാട്, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ ആളുകളെ കൊണ്ടുവന്നിട്ട് തൃശ്ശൂരിൽ വോട്ട് ചെയ്യിപ്പിച്ച് വിജയിപ്പിച്ചില്ലേ. സുരേഷ് ഗോപി വിജയിച്ച് കയറിയില്ലേ. സുരേഷ് ഗോപി 1,00,000 ചില്ലറ ആളുകളെയാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് തൃശ്ശൂരിലെ വോട്ടർമാരാക്കി മാറ്റിയത്. എന്നാൽ അവസാനം സുരേഷ് ഗോപി വിജയിച്ചത് 75,000 വോട്ടിനാണ്. ഇത് തന്നെയാണ് ഷാഫിയും ചെയ്തത്. പാലക്കാട് നിന്നും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുപോയി വടകരയിൽ കൊണ്ടുപോയി അവിടെ വോട്ട് ചെയ്യിപ്പിച്ച്, എന്നിട്ടാണ് ഷാഫി 1,24,000 വോട്ടിന് വിജയിക്കുന്നത്. അപ്പൊ ഷാഫിയുടെ തട്ടിപ്പൊന്നും നടക്കൂല. ടീച്ചർ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്, ഷാഫിയെ അയോഗ്യനാക്കും. ടീച്ചറാണ് വടകരയിലെ യഥാർത്ഥ MP. ടീച്ചറെ MP ആയിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ടീച്ചർ ഇപ്പോൾ നാളെ മറ്റന്നാളോ 2 ദിവസത്തിനുള്ളിൽ MLA സ്ഥാനം കൂടി രാജിവെച്ചിട്ട് ടീച്ചർ ഡൽഹിക്ക് വണ്ടി കയറുന്നതായിരിക്കും.